ഹായ് ഓൾ, നമുക്ക് ട്രെയിനിനെ പറ്റിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസോടെ നോക്കാം. ഇപ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ ദിവസം പഠിച്ചായിരുന്നു. ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസോടെ ഉണ്ട്, അതുകൂടെ നമുക്കിപ്പോൾ പഠിച്ചേക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഇക്വേഷൻസൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് കിലോമീറ്റർ പെർ അവറിലാണ് ക്വസ്റ്റ്യൻ തരുന്നതെങ്കിൽ അതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. കിലോമീറ്റർ പെർ അവറിലാണ് ക്വസ്റ്റ്യൻ തരുന്നതെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? നമുക്ക് തന്നിരിക്കുന്നത് ഇപ്പോൾ എക്സ് എന്ന് പറഞ്ഞ് എക്സ് കിലോമീറ്റർ പെർ അവറിനാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്ന് വിചാരിക്കുക. എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് ചെയ്തു മതി? എക്സ് ഇൻറ്റു 5/18 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ആൻസർ എന്തിലായിരിക്കും? മീറ്റർ പെർ സെക്കൻഡിലായിരിക്കും. ഓക്കെ, അപ്പോൾ കിലോമീറ്റർ പെർ അവറിലാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ കിടക്കുന്നതെങ്കിൽ, അപ്പോൾ ഇതിലെന്നല്ല എവിടെയാണെങ്കിലും നിങ്ങൾ കിലോമീറ്റർ പെർ അവറിൽ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ അതിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാനായിട്ട് ഇൻറ്റു 5/18 ചെയ്താൽ മതി. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എടുത്താൽ, ഇപ്പോൾ 18 കിലോമീറ്റർ പെർ അവർ എന്നാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. നിങ്ങൾ എന്ത് ചെയ്യുക? 18 ഇൻറ്റു 5/18 ചെയ്യുക. അപ്പോൾ എത്ര കിട്ടി? 5 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഇനി 36 കിലോമീറ്റർ പെർ അവർ ആണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. എന്ത് ചെയ്യണം? 36 ഇൻറ്റു 5/18. 18 2 36. അപ്പോൾ 5 2 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി 54 വിചാരിക്കുക. 54 കിലോമീറ്റർ പെർ അവർ ആണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ എങ്കിൽ 54 ഇൻറ്റു 5/18 അല്ലേ? 18 3 ആണ് 54. അപ്പോൾ 5 ഇൻറ്റു 3 15 മീറ്റർ പെർ സെക്കൻഡ് എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇനി 72 ആണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്ന് വിചാരിക്കുക. ഓക്കെ, 72 ആണെങ്കിൽ 72 ഇൻറ്റു 5/18 അല്ലേ? 18 4 അല്ലേ 72. 18 4 72. അപ്പോൾ 4 ഇൻറ്റു 5 20 മീറ്റർ പെർ സെക്കൻഡ്. നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ സ്റ്റെപ്പ് ഒഴിവാക്കാൻ പറ്റും. ഇപ്പോൾ 18 എന്ന് കണ്ടാൽ 18 കിലോമീറ്റർ പെർ അവർ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, 36 എന്ന് കണ്ടാൽ അത് 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 54 കണ്ടാൽ അത് 15 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 72 കണ്ടാൽ 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി ഒരു 90 ഉണ്ടെന്ന് വിചാരിക്കുക. 90 കിലോമീറ്റർ പെർ അവർ എന്നാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ തരുന്നതെങ്കിൽ 90 ഇൻറ്റു 5/18 അല്ലേ? 18 5 ആണല്ലേ? 18 5 ആണ് 90. അപ്പോൾ 5 ഇൻറ്റു 5 25 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. അപ്പോൾ ഇത്ര ഒന്ന് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. കിലോമീറ്റർ പെർ അവറിലാണ് ക്വസ്റ്റ്യൻ തരുന്നതെങ്കിൽ നിങ്ങൾ നോക്കിക്കോണം നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഏത് രീതിയിലാണ് ആൻസർ വേണ്ടത്. ഇപ്പോൾ മീറ്ററിലൊക്കെയാണ് ആൻസർ വേണ്ടത്, സെക്കൻഡിലൊക്കെ വേണമെങ്കിൽ നിങ്ങൾ 5/18 വെച്ചിട്ട് മൾട്ടിപ്ലൈ. നേരെ തിരിച്ചും ചെയ്യണം കേട്ടോ. മീറ്റർ പെർ സെക്കൻഡ് തന്നിരിക്കുന്നത് കിലോമീറ്റർ പെർ അവർ ആക്കാൻ വേണ്ടിയിട്ട് 5/18 പകരം 18/5 അല്ലേ? 18/5 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് നേരെ തിരിച്ചു ആക്കാനായിട്ട് സാധിക്കും. ഇനി ട്രെയിനിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. നമുക്ക് വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്ര ഓർത്താൽ മതി. ഡിസ്റ്റൻസ് ബൈ ടൈം. ഓക്കെ, ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം. എത്രയും ഓർത്തിരിക്കുക. ഈ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചു വെക്കണം. ഇനി വേറൊരു ഇക്വേഷൻ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്, ഇനി അടുത്തത് നിങ്ങളൊരു കാര്യം ഓർക്കുക. നിങ്ങൾക്ക് 2 ടൈം തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. 2 ടൈം തന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 2 ടൈം തന്നാൽ എപ്പോഴും 2 ടൈം T1 ഉം T2 എന്ന് പറഞ്ഞ 2 ടൈമാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. T1, T2. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഒന്നുകൂടെ പറയുന്നതാണ്. ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നിങ്ങൾ ഓർത്തിരിക്കണം. അത് കാണാത്തൊരു കാണുമല്ലോ. 2 ടൈമാണ് നിങ്ങൾക്ക് ട്രെയിനിൻ്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ തന്നിട്ടുണ്ടെങ്കിൽ, ട്രെയിനിൻ്റെ ക്വസ്റ്റ്യൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ട്രെയിനിൻ്റെ ക്വസ്റ്റ്യനിൽ 2 ടൈം തന്നാൽ എപ്പോഴും അത് T1 - T2 എന്ന് നിങ്ങളെടുത്തേക്ക് ആൻസർ ചെയ്യാനായിട്ട്. ഓക്കെ, ട്രെയിനിൻ്റെ ക്വസ്റ്റ്യനിൽ 2 ടൈം നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ എന്തായിട്ട് എടുക്കുക? T1 - T2 എന്ന് എടുക്കുക. ഓക്കെ, അപ്പോൾ ടൈമിൻ്റെ കാര്യം കഴിഞ്ഞു. ഇനി നമുക്ക് 2 ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. 2 ഡിസ്റ്റൻസ്. ഓക്കെ, 2 ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും എന്ത് ചെയ്യുക? ഈ ഡിസ്റ്റൻസ് രണ്ടും കൂട്ടുക. ഇപ്പോൾ D1 + D2. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഡിസ്റ്റൻസ് D1 ഉം D2 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ 2 ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് 2 ഡിസ്റ്റൻസ്? ഞാനത് മാച്ചിട്ട് എഴുതാം. നിങ്ങൾക്ക് 2 ഡിസ്റ്റൻസ് ആണ് തന്നിരിക്കുന്നതെന്ന് വിചാരിക്കുക. 2 ടൈമാണ് നിങ്ങൾക്ക് തന്നിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്? എപ്പോഴും അത് T1 ഉം T2 എന്ന് പറഞ്ഞാൽ 2 ടൈമാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ എക്സാമ്പിൾ 5 സെക്കൻഡ് 10 സെക്കൻഡ് എന്നാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? എപ്പോഴും 10 - 5 എന്ന് എടുക്കണം. ഓക്കെ, അങ്ങനെ. അതായത് നിങ്ങൾക്ക് സമയം 2 എണ്ണം തന്നിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴും ഈ ട്രെയിനിൻ്റെ ക്വസ്റ്റ്യനിൽ മൈനസ് ചെയ്തേക്കുക. ഇനി നിങ്ങൾക്ക് 2 ഡിസ്റ്റൻസ് ആണ് തന്നേക്കുന്നത്. ഇപ്പോൾ ഡിസ്റ്റൻസ് ഞാൻ D1 ഉം D2 എന്ന് എഴുതി. D1 ഉം D2 എന്ന് തന്നിരിക്കുന്നെങ്കിൽ എപ്പോഴും D1 + D2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ നേരത്തെ 2 ഡിസ്റ്റൻസ് നിങ്ങൾ കണ്ടാൽ അപ്പം തന്നെ എന്താക്കിയേക്കുക? ആ ഡിസ്റ്റൻസിനെ ആഡ് ചെയ്തേക്കുക. 2നെ കൂട്ടിയേക്കുക. എവിടെ നിങ്ങൾ ഡിസ്റ്റൻസ് കണ്ടാലും, ട്രെയിനിൻ്റെ ക്വസ്റ്റ്യനിൽ എവിടെ നിങ്ങൾ 2 ഡിസ്റ്റൻസ് കണ്ടാലും അവിടെ എന്ത് ചെയ്തേക്കുക? അത് കൂട്ടിയേക്കുക. എവിടെ നിങ്ങൾ
രണ്ട് ടൈം കണ്ടാലും ആ ടൈമിനെ എന്ത് ചെയ്തേക്കാം, മൈനസ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്കുള്ളത്. ഇനി ഒരു കാര്യം കേട്ടോ, രണ്ട് സ്പീഡ് നിങ്ങൾക്ക് തന്നെന്ന് വിചാരിക്കുക. ഇപ്പോൾ രണ്ട് ഡിസ്റ്റൻസ്, രണ്ട് സ്പീഡ്. രണ്ട് സ്പീഡ് തന്നാൽ ഞാൻ സ്പീഡിനെ S1ഉം S2 എടുത്തു. സ്പീഡ് 1, സ്പീഡ് 2. ഇത് രണ്ട് കണ്ടീഷനുണ്ട്, S1 + S2 ഉണ്ട്, S1 - S2 ഉണ്ട്. അതായത് നമ്മൾ രണ്ട് ഡിസ്റ്റൻസാണ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞേ, രണ്ട് ഡിസ്റ്റൻസ് ആണെങ്കിൽ എപ്പോഴും കൂട്ടുക. രണ്ട് ഡിസ്റ്റൻസ് ആണെങ്കിൽ എപ്പോഴും നിങ്ങൾ കൂട്ടുക. രണ്ട് ടൈം ആണെങ്കിൽ എപ്പോഴും രണ്ടും കുറയ്ക്കുക. രണ്ട് സ്പീഡാണെങ്കിൽ കൂട്ടുകയും ചെയ്യണം, കുറയ്ക്കുകയും ചെയ്യണം. എപ്പോൾ കൂട്ടണം? നമ്മൾ തന്നിരിക്കുന്ന സ്പീഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ. ഓക്കെ, നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഒരാൾ റൈറ്റ് സൈഡിലേക്ക് പോകുന്നു, ഒരാൾ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അല്ലെങ്കിൽ ക്രോസ് ചെയ്ത് പോകുന്നു, ട്രെയിൻ ക്രോസ് ചെയ്ത് പോകുന്നു. അപ്പോൾ ഓപ്പോസിറ്റ് സ്പീഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലേ? ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ S1 + S2 എടുക്കുക. സെയിം ഡയറക്ഷനാണെന്ന് പറഞ്ഞെങ്കിൽ എന്ത് ചെയ്താ, S1 - S2. ഓക്കെ, സെയിം ഡയറക്ഷൻ ആണെങ്കിൽ S1 - S2, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ S1 + S2. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലുണ്ടാക്കുക. സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ഡിസ്റ്റൻസ് ബൈ ടൈം. നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ രണ്ട് ടൈം തന്നിട്ടുണ്ടെങ്കിൽ T1 - T2 എടുക്കുക. രണ്ട് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും D1 + D2 എടുക്കുക. രണ്ട് സ്പീഡുണ്ട്, S1 and S2. സെയിം ഡയറക്ഷൻ ആണെങ്കിൽ S1 - S2 എന്നും, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ S1 + S2 എടുക്കുക. അപ്പോൾ ഇത്രയും കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് വളരെ വളരെ ഈസി ആയിട്ട് ചെയ്ത് തീർക്കാം. ഓക്കെ, നോക്കാം. മണിക്കൂറിൽ 50 കിലോമീറ്റർ 50 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന 250 മീറ്റർ നീളമുള്ള ട്രെയിനിന് എതിർദിശയിൽ മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന 150 മീറ്റർ നീളമുള്ള മറ്റൊരു ട്രെയിനിനെ കടന്നു പോകാൻ എത്ര സമയം വേണം? ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ഒരു സ്പീഡ് തന്നിട്ടുണ്ട് അല്ലേ, സ്പീഡ്. അപ്പോൾ ഞാൻ അതിനെ S1 എന്നെടുത്തു. S1 50 km/h. ഓക്കെ, 50 km/h എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം അതിനെ? 50 km/h ഉണ്ട്. S1 50 km/h, S2 എത്രയാണ്? 40 km/h. ഓക്കെ, S1 50, S2 40. ഏതാണ് നമ്മുടെ കണ്ടീഷൻ? എതിർദിശ. ഞാൻ പറഞ്ഞില്ലേ, രണ്ട് സ്പീഡ് ഉണ്ട്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ ഇല്ലേ, ഓപ്പോസിറ്റാണ് രണ്ടും. അപ്പോൾ നമുക്ക് ടോട്ടൽ സ്പീഡ് എന്ത് കിട്ടും? ഇപ്പോൾ സ്പീഡ് ഈസ് ഈക്വൽ ടു 50 + 40. അപ്പോൾ 90 km/h എന്ന് കിട്ടും അല്ലേ? അപ്പോൾ സ്പീഡ് നിങ്ങൾക്ക് കിട്ടി. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് എന്ത് ചെയ്തു? നമ്മൾ രണ്ടോടെയും കൂട്ടി 90 km/h. 90 km/h എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ/സെക്കൻഡാണ്? 90 × 5/18 അല്ലേ? 5/18 എത്രയായിരുന്നു നമ്മൾ ചെയ്തപ്പോൾ? 18 ആയിരുന്നു. 90 5 5 25 മീറ്റർ/സെക്കൻഡ്. അപ്പോൾ നമുക്ക് സ്പീഡ് കിട്ടി. ഓക്കെ, സ്പീഡ് കിട്ടി. ഇനി നിങ്ങളിവിടെ നോക്കിയാൽ നിങ്ങൾക്ക് രണ്ട് ദൂരം കാണാം അല്ലേ? ഒരു 150 മീറ്ററും ഒരു 250 മീറ്ററും. അപ്പോൾ നമുക്ക് D1 എന്ന് പറഞ്ഞാൽ 150 മീറ്റർ എന്ന് എഴുതാം, D2 എന്ന് പറഞ്ഞാൽ 250 മീറ്റർ എന്ന് എഴുതാം. ടോട്ടൽ ഡിസ്റ്റൻസ് എന്ത് കിട്ടും? 150 + 250. അപ്പോൾ എത്രയായി? 400 അല്ലേ? 400 മീറ്റർ. ഓക്കെ, അപ്പോൾ 150 + 250 400 അല്ലല്ലോ. 150 + 250 500 അല്ലല്ല, 150 + 250 400. 400 മീറ്റർ എന്ന് കിട്ടും. ഇപ്പോൾ നമുക്ക് 400 മീറ്റർ എന്ന് കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്? സമയം അല്ലേ? സമയം മനസ്സിലായോ നിങ്ങൾക്ക്? നമ്മുടെ ക്വസ്റ്റ്യനിൽ രണ്ട് ദൂരം തന്നിട്ടുണ്ടായിരുന്നു, 250 മീറ്റർ 150 മീറ്റർ. അപ്പോൾ രണ്ട് ദൂരം ആയതുകൊണ്ട് അത് രണ്ടും കൂട്ടി. ഓക്കെ, അങ്ങനെയല്ല നമ്മൾ പറഞ്ഞത്. ദൂരം എവിടെ രണ്ടെണ്ണം കണ്ടാലും കൂട്ടാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്പീഡ് എവിടെ കണ്ടാലും സെയിം ഡയറക്ഷനിലാണ് പോകുന്നതെങ്കിൽ കുറയ്ക്കാനും, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ കൂട്ടാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് എതിർ ദിശയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കൂട്ടി 50 + 40 90 km/h കിട്ടി. 90 km/h മീറ്റർ/സെക്കൻഡ് ആക്കാനായിട്ട് 90 × 5/18 ചെയ്തപ്പോൾ 25 മീറ്റർ/സെക്കൻഡ് കിട്ടി. നമുക്കിനി എന്താ കണ്ടുപിടിക്കേണ്ടത്? ടൈം വേണം അല്ലേ? അപ്പോൾ ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് അല്ലേ? ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അപ്പോൾ 400/25. 400/25 എത്രയാണ്? കട്ട് ചെയ്ത് കഴിയുമ്പോൾ 16 സെക്കൻഡ് എന്ന് കിട്ടും. 16 സെക്കൻഡ് കണ്ട, 16 സെക്കൻഡാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന 200 മീറ്റർ നീളമുള്ള ട്രെയിനിന് എതിർദിശയിൽ 32 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന 100 മീറ്റർ നീളമുള്ള മറ്റൊരു ട്രെയിനെ കടന്നു പോകാൻ സമയം എത്ര? അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ സ്പീഡ് S1 കിട്ടി, രണ്ടാമത്തെ S2 കിട്ടി. ഇത് എന്താണ്? ഓപ്പോസിറ്റാന്ന് കിട്ടി. ഓക്കെ, പിന്നെ ഇത് ഡിസ്റ്റൻസ് കിട്ടി, D1 D2. അപ്പോൾ നമുക്ക് ചെയ്യാം.
അപ്പോൾ നമ്മുടെ സ്പീഡ് എസ് ഈസ് ഈക്വൽ ടു S1 + S2 ഓപ്പോസിറ്റ് ആയതുകൊണ്ടാണ് S1 + S2 വന്നത്. അപ്പോൾ 40 + 32 എത്രയാ? 72 km/h. ഓക്കെ, അപ്പോൾ 72 km/h എന്ന് പറഞ്ഞാൽ 72 × 5/18 എത്രയായിരുന്നു അത്? 18 4 72 അല്ലേ? 18 4 72 5 4 20 m/s. അപ്പോൾ നമുക്ക് സ്പീഡ് കിട്ടി. ഇനി ഡിസ്റ്റൻസ് D ഈസ് ഈക്വൽ ടു D1 + D2. ഡിസ്റ്റൻസ് എവിടെ കണ്ടാലും എന്നാ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? ഡിസ്റ്റൻസ് എവിടെ കണ്ടാലും ആഡ് ചെയ്തേക്കുക. 200 100 300 അല്ലേ? 200 + 100 300 മീറ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് ടൈം T ഈസ് ഈക്വൽ ടു D/S അല്ലേ? ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ് ടൈം. അപ്പോൾ ഡിസ്റ്റൻസ് എത്രയാണ് നമുക്ക് കിട്ടിയത്? 300 300/200. അപ്പോൾ ഇത് രണ്ട് വെട്ടി 15 2 30 അല്ലേ? അപ്പോൾ 15 സെക്കൻഡ്. ഇതാ ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ 10 സെക്കൻഡ് കൊണ്ട്, ടൈമാണ് നമ്മുടെ കയ്യിൽ, 10 സെക്കൻഡ് കൊണ്ട് 400 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോമിനെ 30 സെക്കൻഡ് കൊണ്ടും കടന്നു പോകുന്നു. ഇത് ഡിസ്റ്റൻസാണ്. ഇതാ വീണ്ടും ഒരു സമയം തന്നു അല്ലേ? ഇവിടെ ഒരു സമയം തന്നു. എത്രയാണിത്? ഇത് T2, ഇത് T1. കേട്ടോ, നമുക്ക് 2 ടൈം ഇവിടെ തന്നിട്ടുണ്ട്. ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാളെ 10 സെക്കൻഡ് കൊണ്ടാണ് കടന്നു പോകുന്നത്. അതുപോലെ തന്നെ 400 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോമിന് 30 സെക്കൻഡ് ഉണ്ട്. അപ്പോൾ ഒരാളെ കടന്നു പോകാൻ 10 സെക്കൻഡും പ്ലാറ്റ്ഫോമിനെ കടന്നു പോകാനായിട്ട് 30 സെക്കൻഡ്. നിങ്ങളിതൊന്നും ആലോചിക്കേണ്ട. നമുക്ക് ടൈം തന്നു കഴിഞ്ഞാൽ 2 ടൈം T1 ഉം T2 ഉം തന്നാൽ എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? എപ്പോഴും T1 - T2 എടുക്കുക. ടൈം തന്നാൽ മൈനസ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് 30 - 10 ഇവിടെ എത്ര കിട്ടി? 20 സെക്കൻഡ് എന്ന് കിട്ടി. ഷോർട്ട് കട്ടാണ് കേട്ടോ ഇതൊക്കെ. 20 സെക്കൻഡ് എന്ന് കിട്ടി. ഇനി നമുക്ക് ഡിസ്റ്റൻസ് അറിയാം. ഡിസ്റ്റൻസ് എത്രയാണ്? 400 തന്നിരിക്കുന്നത് അല്ലേ? ആ ഒരു ഡിസ്റ്റൻസ് തന്നിട്ടുള്ളൂ 400. അപ്പോൾ നമുക്ക് സ്പീഡ് കണ്ടുപിടിക്കുന്നത്. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ? ഡിസ്റ്റൻസ് ബൈ ടൈം D/T. അപ്പോൾ 400/20 20 അല്ലേ? 20 m/s എന്ന് കിട്ടി. 20 m/s അല്ലേ? അപ്പോൾ 20 മീറ്റർ നമ്മുടെ ഓപ്ഷനിൽ m/s ഇല്ല. അപ്പോൾ m/s km/h ആകാൻ വേണ്ടി എന്ത് ചെയ്യണം? 20 × 18/5 അല്ലേ? 18 4 20. 18 4 എത്രയാ? 72 km/h. 72 kmph. ഓപ്ഷൻ സി ആണ് ആൻസർ. മനസ്സിലായില്ലേ? അപ്പോൾ ടൈം നിങ്ങൾ കണ്ടാൽ 2 ടൈമായിട്ടാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നതെങ്കിൽ ടൈമിന് നിങ്ങൾ എന്നെ ചെയ്തേക്കുക? ടൈമിന് നിങ്ങൾ മൈനസ് ചെയ്തേക്കുക. ഓക്കെ, 2 ടൈമായിട്ടാണ് തന്നിരിക്കുന്നതെങ്കിൽ ടൈമിനെ മൈനസ് ചെയ്തേക്കുക. പിന്നെ എന്താ ചെയ്യണം നിങ്ങൾ? ഡിസ്റ്റൻസ് ആണെങ്കിൽ 2 ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അതിനെ എപ്പോഴും കൂട്ടുക. ഇനി പിന്നെന്താണ്? ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് ആണെങ്കിൽ കൂട്ടുക. പിന്നെ ഇത് വരുന്നുള്ള വെലോസിറ്റി അല്ലേ? വെലോസിറ്റി ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? സെയിം ഡയറക്ഷൻ ആണെങ്കിൽ കുറയ്ക്കുക, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ കൂട്ടുക. ഓക്കെ, അതാണ്. ഇനി അടുത്തത്. ഒരു ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന വ്യക്തിയെ 5 സെക്കൻഡ് കൊണ്ടും 150 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോമിന് 15 സെക്കൻഡ് കൊണ്ടും കടന്നു പോകുന്നെങ്കിൽ ട്രെയിനിൻ്റെ വേഗത. ഇപ്പോൾ ചെയ്ത പോലെ തന്നെ നമുക്ക് 2 ടൈം തന്നിട്ടുണ്ട്, T1 ഉം T2. ഇപ്പോൾ ടോട്ടൽ ടൈം ഈസ് ഈക്വൽ ടു T1 - T2 അല്ലേ? അപ്പോൾ 15 വലുതിൽ നിന്ന് ചേർത്ത് കുറച്ചാൽ മതി. 15 - 5 10 സെക്കൻഡ്. ഇനി നമുക്ക് എന്താ തന്നിരിക്കുന്നത്? ഡിസ്റ്റൻസ് അറിയാം. ഡിസ്റ്റൻസ് 150 മീറ്റർ. ഇനി സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് എത്രയാണ്? 150 ബൈ ടൈം എത്രയാണ്? 10 സെക്കൻഡ്. അപ്പോൾ 10 15 വെട്ടി 15 m/s എന്ന് കിട്ടി. ഓക്കെ, 15 m/s. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്, ഓപ്ഷൻ തന്നിരിക്കുന്നത് m/s അല്ല, km/h ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? km/h ആക്കാൻ വേണ്ടിയിട്ട് 15 × 18/5 അല്ലേ? 18/5. 5 3 15 18 3 54 km/h. ഓക്കെ, അല്ല തന്നെ നിങ്ങൾ ആദ്യമേ ഞാനൊരു ടേബിൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു രീതിയിൽ തന്നെയായിരിക്കും ക്വസ്റ്റ്യൻ വരുന്ന എക്സാമിന് സാധാരണ. 8ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻ കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ 54 km/h എന്ന് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ. മണിക്കൂറിൽ 36 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു ട്രെയിൻ 30 സെക്കൻഡ്. ഇപ്പോൾ നമുക്കിവിടെ എന്താണ് ഇരിക്കുന്നത്? വേഗത എന്ന് പറയുമ്പോൾ സ്പീഡ്. ട്രെയിന് 30 സെക്കൻഡ് കൊണ്ട് വഴിയരികിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ കടന്നു പോയാൽ ട്രെയിനിൻ്റെ നീളം. സിമ്പിൾ. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് സ്പീഡും തന്നിട്ടുണ്ട്, ടൈമും തന്നിട്ടുണ്ട്. അപ്പോൾ സ്പീഡ് വേഗം തന്നെ എന്താക്കിയേക്കുക? സ്പീഡിനെ 36 × 5/18 അല്ലേ? 18 2 36. അപ്പോൾ 10 m/s എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ
സ്പീഡ് മീറ്റർ. കാരണം വെച്ചാൽ ഓപ്ഷൻസ് എല്ലാം ആൻസറുകളെല്ലാം നിങ്ങൾ നോക്കുക, എല്ലാം മീറ്ററിലാണ് കിടക്കുന്നത്. അപ്പോൾ കിലോമീറ്റർ പെർ അവറിനെ നിങ്ങൾ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. അപ്പോൾ 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. ഇനി ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം അല്ലേ. സ്പീഡ് ഇൻറ്റു ടൈം അല്ലേ ഡിസ്റ്റൻസ്. അപ്പോൾ സ്പീഡ് എത്രയാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്? 30. ടൈം എത്ര കിട്ടി? 10. അപ്പോൾ എത്ര കിട്ടി? 300 മീറ്റർ. ഓപ്ഷൻ എ ആണ് ആൻസർ അല്ലേ. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം, എസ് ഇൻറ്റു ടി. ഡി ഈസ് ഈക്വൽ ടു എസ് ഇൻറ്റു ടി. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. മണിക്കൂറിൽ 90 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു ട്രെയിൻ 20 സെക്കൻഡ് കൊണ്ട് വഴിയരികിൽ നിൽക്കുന്ന വ്യക്തിയെ കടന്നു പോയാൽ ട്രെയിനിൻ്റെ നീളം. സെയിം. ഇത് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഇവിടെ സ്പീഡ് തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ സ്പീഡ് ഈസ് ഈക്വൽ ടു സ്പീഡ് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എല്ലാം മീറ്ററിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിനെ മീറ്ററിലേക്ക് മാറ്റുക. ഇൻറ്റു 5/18. 18 90 അല്ലേ. 5 × 5 25 25 മീറ്റർ പെർ സെക്കൻഡാണ് നമ്മുടെ സ്പീഡ്. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഡിസ്റ്റൻസ്. അപ്പോൾ ഡി ഈസ് ഈക്വൽ ടു എസ് ഇൻറ്റു ടി. അപ്പോൾ എസ് എത്രയാണ്? 25 ഇൻറ്റു 20. 25 ഇൻറ്റു 20 എന്ന് വെച്ചാൽ 50. 500 മീറ്റർ അല്ലേ. 500 മീറ്റർ. ഓപ്ഷൻ സി ആണ് ആൻസർ. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. മണിക്കൂറിൽ 36 കിലോമീറ്റർ സഞ്ചരിക്കുന്ന ഒരു ട്രെയിൻ, സ്പീഡ് S1. ഒരു ട്രെയിൻ 100 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ അല്ലേ. 36 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന 100 മീറ്റർ നീളമുള്ള ട്രെയിൻ. അപ്പോൾ ഇതിന് D1 ആണ്. 30 സെക്കൻഡ് കൊണ്ട് പ്ലാറ്റ്ഫോം കടന്നു പോകുന്നു എങ്കിൽ പ്ലാറ്റ്ഫോമിൻ്റെ നീളം. ഇത് ടൈമാണ്. അപ്പോൾ നമുക്ക് S1ഉം D1 ഒന്നും വേണ്ട, എസും ഡിയും ടൈമുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും കണ്ടുപിടിക്കുക. ട്രെയിൻ നീളം എത്രയാണ്? 100 മീറ്ററാണ്. 30 സെക്കൻഡ് കൊണ്ടാണ് ഒരു പ്ലാറ്റ്ഫോം കടന്നു പോകുന്നതെങ്കിൽ പ്ലാറ്റ്ഫോമിൻ്റെ നീളം. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? നേരെ എന്ത് കണ്ടുപിടിക്കണം? എസ് ഈസ് ഈക്വൽ ടു 36. എല്ലാ മീറ്ററിലെ ആൻസർ 36 ഇൻറ്റു 5/18 അല്ലേ. 18 2 36, 5 2 10 മീറ്റർ പെർ സെക്കൻഡാണ് നമ്മുടെ സ്പീഡ്. ഇനി എന്ത് കണ്ടുപിടിക്കണം? ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം അല്ലേ. സ്പീഡ് എത്രയാണ് തന്നിരിക്കുന്നത്? നമുക്കിപ്പോൾ 10 ഇൻറ്റു ടൈം എത്രയാണ്? 30 സെക്കൻഡ്. അപ്പോൾ എത്ര കിട്ടി നമുക്ക്? 300 മീറ്റർ എന്ന് കിട്ടി. ഓക്കെ. ഈ 300 മീറ്ററാണ് ടോട്ടൽ കടന്നു പോകുന്ന ആ ഡിസ്റ്റൻസ്. അപ്പോൾ ഈ 300 മീറ്റർ എന്ന് പറയാൻ നേരത്ത് അതിൻ്റെ കൂടെ എന്തിങ്ങനെ വരും? ഈ ട്രെയിനിൻ്റെ നീളം കൂടെ കൂടി വരും. അപ്പോൾ പ്ലാറ്റ്ഫോമിൻ്റെ നീളം എത്രയായിരിക്കും? പ്ലാറ്റ്ഫോം ഈസ് ഈക്വൽ ടു ഈ 300 മീറ്ററിൽ നിന്ന് ആ ട്രെയിനിൻ്റെ നീളം കുറച്ചാൽ മതി അല്ലേ. ഒരു പ്ലാറ്റ്ഫോമിനെ കടന്നു പോകുമെന്ന് പറഞ്ഞാൽ ഇത് പ്ലാറ്റ്ഫോം ആണെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിൻ്റെ കൂടെ ഈ ട്രെയിൻ നീളവും കൂടി എക്സ്ട്രാ വരില്ലേ. അതിങ്ങനെ ചേർത്തായിരിക്കില്ല. അത്രയും ദൂരം അത് ട്രാവൽ ചെയ്താലല്ലേ. ഇപ്പോൾ ഇത് ട്രെയിനാണെന്ന് വിചാരിക്കും, ഇത് പ്ലാറ്റ്ഫോം ആണെന്ന് വിചാരിക്കും. ഇതിങ്ങനെ ഓടി വന്നിട്ട് ഇങ്ങനെ ഓടി വന്ന് ഇവിടെ വന്ന് ഈ ട്രെയിനും കൂടെ മൊത്തം കൂടി കവർ ചെയ്ത് കഴിയുമ്പോഴാണ് അത് ഫുള്ള് തീരുന്നത് അല്ലേ. അപ്പോൾ കണ്ടോ, ട്രെയിനിൻ്റെ നീളവും പ്ലാറ്റ്ഫോമിൻ്റെ നീളവും കൂടി ആഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഈ 300 മീറ്റർ കിട്ടിയത്. അപ്പോൾ 300 മീറ്ററിൽ നിന്ന് ട്രെയിനിൻ്റെ നീളം കുറച്ചാലാണ് നമുക്ക് പ്ലാറ്റ്ഫോമിൻ്റെ നീളം കിട്ടും. അപ്പോൾ 200 മീറ്ററിന്ന് നമുക്ക് കിട്ടും. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. അതായത് തന്നെ 72 കിലോമീറ്റർ വേഗതയിൽ സ്പീഡാണ് സഞ്ചരിക്കുന്ന 100 മീറ്റർ നീളമുള്ള ട്രെയിൻ. ഒരു ഡി ആണ്. 10 സെക്കൻഡ് കൊണ്ട് പ്ലാറ്റ്ഫോം കടന്നു പോയാൽ പ്ലാറ്റ്ഫോമിൻ്റെ നീളം സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ 72 കിലോമീറ്റർ പെർ അവർ ആണ് ഏത്? എസ്. അപ്പോൾ 70 ഇൻറ്റു 5/18 ചെയ്താൽ നിങ്ങൾക്ക് മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. കാരണം മീറ്ററിലാണ് ഓപ്ഷൻ കിടക്കുന്നത്. 18 3 അല്ലേ. അല്ല 18 4 72. അപ്പോൾ 5 4 20 മീറ്റർ പെർ സെക്കൻഡാണ് 72 കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സ്പീഡ് കിട്ടി. ഇനി നിങ്ങൾക്ക് ടൈം ഉണ്ട്. അപ്പോൾ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. അപ്പോൾ സ്പീഡ് 20 ഇൻറ്റു ടൈം എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? 10. അപ്പോൾ 200 മീറ്ററാണ് പ്ലാറ്റ്ഫോമിൻ്റെ നീളമുള്ളൂ അല്ലേ. മൊത്തം 200 മീറ്ററാണ് പ്ലാറ്റ്ഫോമിൻ്റെ നീളം. ഇനി 10 സെക്കൻഡ് കൊണ്ട് പ്ലാറ്റ്ഫോം 72 കിലോമീറ്റർ പെർ സെക്കൻഡ് 200. അപ്പോൾ 200 മീറ്ററാണ് ഈ പ്ലാറ്റ്ഫോമിൻ്റെ നീളമുള്ളത്. അപ്പോൾ നമുക്ക് പ്ലാറ്റ്ഫോമിൻ്റെ അല്ല 200 മീറ്റർ എന്ന് പറഞ്ഞാൽ ട്രെയിനിൻ്റെ നീളം പ്ലസ് പ്ലാറ്റ്ഫോമിൻ്റെ നീളമാണ് 200 മീറ്റർ. അപ്പോൾ നമുക്ക് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 200 മൈനസ് 100 അല്ലേ. അപ്പോൾ 100 മീറ്റർ ആയിരിക്കും ആൻസർ. ഇനി നിങ്ങൾ ഓപ്ഷൻ നോക്കണ്ട. ഇതിൽ ക്വസ്റ്റ്യനിൽ ഇവിടെ 20 സെക്കൻഡ് എന്നായിരുന്നു. ഞാൻ ടൈപ്പ് ചെയ്തപ്പോൾ 10 സെക്കൻഡ് എന്നായിപ്പോയതാണ്. 10 സെക്കൻഡ് അല്ല ഇവിടെ വരുന്നത്. ക്വസ്റ്റ്യൻ 20 സെക്കൻഡ് വെച്ചിട്ടുള്ള ഓപ്ഷൻസാണ് ഈ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് 20 സെക്കൻഡ് ഇതിപ്പോൾ എത്ര കിട്ടി? ഞാനിപ്പോൾ 10 സെക്കൻഡ് വരുന്നതാണ് ക്വസ്റ്റ്യൻ ഇട്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഓപ്ഷൻസ് തെറ്റാണ്. അപ്പോൾ 100 മീറ്ററാണ് നമുക്ക് കിട്ടേണ്ടത് അല്ലേ. 72 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി.
ഇനി ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 20 മീറ്റർ പെർ സെക്കൻഡ്, അത് 20 ഇൻറ്റു ഈ സെക്കൻഡ് 10 ഇട്ടു, അപ്പോൾ 20 ഇൻറ്റു 10 200 മീറ്റർ. അപ്പോൾ പ്ലാറ്റ്ഫോം എന്ന് പറയാൻ നേരത്ത് ട്രെയിനിൽ പ്ലസ് പ്ലാറ്റ്ഫോമിൻ്റെയാണ് നമുക്കിപ്പോൾ 200 കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 200 മൈനസ് 100 മീറ്റർ എന്ന് കിട്ടും. ഇത് ഈ ഓപ്ഷൻ കിടക്കുന്നതിൻ്റെ കാരണം വെച്ചാൽ ക്വസ്റ്റ്യനിൽ 20 സെക്കൻഡ് ആയിരുന്നു. ഞാനിത് ടൈപ്പ് ചെയ്തപ്പോൾ 20 എന്നുള്ളത് 10 ആയിപ്പോയതാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ട്രെയിൻ എല്ലാ സ്റ്റേഷനിലും നിർത്തി സഞ്ചരിച്ചപ്പോൾ മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാൻ സാധിച്ചു. എല്ലാ സ്റ്റേഷനിലും നിർത്തിയാണ് പോകുന്നത്. ഇനിയിപ്പോൾ ആ ട്രെയിൻ ഒറ്റ സ്റ്റേഷനിൽ നിർത്താതെ പോയിരുന്നെങ്കിൽ 80 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാമായിരുന്നു. എങ്കിൽ ഒരു മണിക്കൂറിൽ എത്ര സമയമാണ് ട്രെയിൻ സ്റ്റേഷനുകളിൽ നിർത്തിയത്? ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതായത് ഒരു ട്രെയിൻ എല്ലാ സ്റ്റേഷനിലും നിർത്തി പോവാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബസ്സാന്ന് വിചാരിക്കുക, എല്ലാ സ്റ്റേഷനിലും നിർത്തി പോവാണ്. അത് നിർത്താതെ പോയായിരുന്നെങ്കിൽ 80 കിലോമീറ്റർ വേഗത്തിൽ പോയാലും അവർ നിർത്തിയെടുക്കുമ്പോൾ കുറച്ച് സമയം വ്യത്യാസം വരില്ലേ? കാരണം വണ്ടി ആക്സിലറേറ്റ് ചെയ്ത് ആ സ്പീഡിലേക്ക് എത്താൻ കുറച്ച് സമയം എടുക്കും. ആവറേജ് വെലോസിറ്റി അല്ലെങ്കിൽ ആവറേജ് സ്പീഡ് എടുക്കുമ്പോൾ കുറച്ച് കുറവ് വരും. അപ്പോൾ നിർത്തി പോയി ഇപ്പോൾ 60 കിലോമീറ്ററിൽ എത്തിയത് പോകാൻ പറ്റിയത്. നിർത്താതെ പോയിരുന്നെങ്കിൽ 80 കിലോമീറ്റർ എത്തിയേനെ. അപ്പോൾ ഒരു മണിക്കൂറിൽ എത്ര സമയമാണ് ശേഷം നിർത്തിയെന്ന് ചോദിച്ചാൽ സിമ്പിൾ പരിപാടിയേ ഉള്ളൂ. നിർത്തിയിട്ട സമയം എന്ന് പറഞ്ഞാൽ സമയം ഒരു കുഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. വേഗതയുടെ ഷോർട്ട് കട്ടാട്ടോ, നമുക്ക് ഷോർട്ട് കട്ടിൻ്റെ ആവശ്യമുള്ളൂ. അതാണ് വേഗതയുടെ വ്യത്യാസം ബൈ നിർത്തിയിടാതെ സഞ്ചരിച്ച വേഗത. അതെ, സഞ്ചരിച്ച വേഗത, അത് ഈ ഷോർട്ട് കട്ടാണ്. അതാ നോക്കി നിർത്തിയ സമയം കണ്ടേ. വേഗതയുടെ വ്യത്യാസം എത്രയാണ്? 80 മൈനസ് 60. നിർത്തിയിടാതെ സഞ്ചരിച്ചാൽ എത്രയായിരുന്നു? 80 അല്ലേ? 20/80 എന്ന് കിട്ടും. 20/80 എന്ന് പറഞ്ഞാൽ 2/8, 4 എന്ന് വരും, 1/4 അല്ലേ? 1/4 അവറാണ്. ഇപ്പോൾ 1/4 അവർ എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റ് ആയിരിക്കും? 1/4 അവർ എന്ന് പറഞ്ഞാൽ 1/4 ഇൻറ്റു 60 അല്ലേ? 1/4 ഇൻറ്റു 60, 1/4 ഇൻറ്റു 60 എന്ന് പറയുന്ന നേരത്ത് ഇത് 230, 250. അപ്പോൾ 15 മിനിറ്റാണ് ഒരു മണിക്കൂറിൽ നിർത്തിയിട്ടത്. 15 മിനിറ്റ്. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താ? വേഗതയുടെ വ്യത്യാസം ഡിവൈഡഡ് ബൈ നിർത്തിയിടാതെ സഞ്ചരിച്ച വേഗത. ഓക്കെ, ഒരു ക്വസ്റ്റിനോടെ നമുക്ക് ഇതുപോലത്തെ ചെയ്യാം. ഒരു ട്രെയിൻ എല്ലാ സ്റ്റേഷനിലും നിർത്തി സഞ്ചരിപ്പോൾ 50 കിലോമീറ്ററും നിർത്താതെ സഞ്ചരിച്ചെങ്കിൽ 60 കിലോമീറ്റർ വേഗത സഞ്ചരിക്കാമായിരുന്നു. എങ്കിൽ മണിക്കൂറിൽ എത്ര സമയമാണ് ട്രെയിൻ സ്റ്റേഷനിൽ നിർത്തിയിട്ടത്? സിമ്പിൾ, ടൈം ഈസ് ഈക്വൽ ടു എങ്ങനെ നമ്മൾ ചെയ്യേണ്ട വ്യത്യാസം. അപ്പോൾ 60 മൈനസ് 50 ബൈ നിർത്തിയിടാതെ സഞ്ചരിച്ച വേഗത 60. 60 മൈനസ് 50 10, 10/60 1/6. അപ്പോൾ 1/6 ഇൻറ്റു 60 10. അപ്പോൾ നമുക്ക് 10 മിനിറ്റ് എന്ന് കിട്ടും. അപ്പോൾ 10 മിനിറ്റാണ് ട്രെയിൻ പല സ്റ്റേഷനുകളിലായിട്ട് നിർത്തിയിട്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമുക്ക് ഈ ട്രെയിൻ എന്ന് പറയുന്ന സെക്ഷനിൽ നിന്ന് പഠിക്കാനുള്ളത്. അതാണ് എല്ലാം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഒക്കെയൊന്നും ഞാൻ ഷോർട്ട് കട്ടാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ചെയ്ത് പഠിച്ചോളുക. ഓക്കെ.